ഇനിയും നടക്കാനുണ്ട്. ഇപ്പം തന്നെ തളർന്നു. നല്ല കയറ്റം. നിൽക്കുന്ന ലൊക്കേഷൻ നമ്മളെ പള്ളിക്കൽ ഈരാറ്റിൽ എന്നൊക്കെ പറയും. അതായത് നമ്മളെ പാരിപ്പള്ളിയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ, അതായത് നമ്മളെ പള്ളിക്കൽ നിന്നാണെങ്കിൽ 4 കിലോമീറ്റർ. അത് നമ്മൾ വണ്ടി വെച്ചിട്ട് നമുക്ക് കയറുന്ന സമയത്ത് ചുറ്റും മൊത്തം മരങ്ങളും പിന്നെ കുറച്ച് വീടുകളൊക്കെ, പിന്നെ കുറച്ച് പച്ചപ്പും കുറച്ച് പോച്ചകളൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ കുറച്ച് വലുതും ചെറുതായിട്ട് കുറച്ച് പാറകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക്, അതായത് 2 സൈഡും മൊത്തം കാടാണ്. അതായത് നമ്മളെ റബ്ബർ അതായത് ചെറിയൊരു ഇരുട്ട് പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നതായിട്ട് ഒരു ഫീലൊക്കെ തോന്നും. നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് അതായത് കുറച്ച് കിതക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇച്ചിരി കയറ്റമുണ്ട്. നമ്മൾ കിതച്ചായിരുന്നു. പിന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഒരു പാറയൊക്കെ, അതായത് കുറച്ച് പാറയുടെ ഇടയിൽ കൂടെ വേണം നമ്മൾ കയറി വരുന്ന സമയത്തുള്ള വ്യൂ ആണ്. അതായത് ചുറ്റും മൊത്തം മരങ്ങളാണ്. ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. വലുതും റബ്ബറും മറ്റു മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് 2 വശത്തൂടെയും വരാം. അപ്പുറത്തെ വശത്തൂടെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് മറ്റൊന്നുമില്ല. പിന്നെ അപ്പുറത്തൂടെ കുറച്ച് തോട് പോലെയൊക്കെ ഒഴുകി പോകുന്നതായിട്ടൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചടയമംഗലം പാറ കാണാൻ പറ്റും. ചടയമംഗലം പാറയും പിന്നെ ജസ്റ്റ് ഒരു പള്ളി കണക്ക് എന്തോ ഒരു സംഭവം അതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചുറ്റും ദൂരെ നോക്കുമ്പോഴത്തേക്ക് ചെറിയ കുന്നും മറ്റ് മലകളൊക്കെ എന്തോ പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ വേറെ എവിടെ ദൂരെ ഏതോ ഒരു പ്ലേസിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടും. അതായത് പിന്നെ കുറച്ച് പാറ കഷ്ണങ്ങളും പിന്നെ കുറച്ച് പോച്ചകളൊക്കെ കരിഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഞാൻ മുമ്പ് ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കോട ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ വൈകിട്ടാണ് വന്നത്. വൈകിട്ട് ഒരു 4 മണിയൊക്കെ എത്തിയാൽ നമുക്ക് കോടയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ കുറച്ച് നിൽക്കുന്ന മരങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം ഞാൻ വീഡിയോക്കകത്ത് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിമം ഞാൻ പുതിയ വീഡിയോസ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ചുറ്റും, അതായത് കുറച്ച് വലുതുമായിട്ടുള്ള കുറച്ച് മരങ്ങളും വീഡിയോസുമായി വീണ്ടും കാണാം.